സയ്യിദന മൗലാന മുഹമ്മദ്. ബഹുമാന്യരെ, വണ്ടൂർ ജാമിഅ വഹബിയ്യ അറബിയയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വരുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങൾ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഇസ്ലാം കരുണയുടെ കാതൽ എന്ന ടൈറ്റിലിൽ നടക്കുന്ന 49ാമത് പ്രഭാഷണമാണ് ഇത്. കുട്ടികളോട് കരുണ എന്നതാണ് ഇന്നത്തെ പ്രഭാഷണ വിഷയം. സർവകാലികവും സർവജനീനവുമായ ഇസ്ലാം മനുഷ്യൻ്റെ വൈയക്തികവും സാമൂഹികവുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് പോലെ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം ഇടപെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് പ്രസവ സമയത്ത് ഉമ്മയുടെ സ്തനങ്ങളിലുണ്ടാകുന്ന കൊളസ്ട്രം എന്ന പേരിൽ അറിയപ്പെടുന്ന, അറബിയിൽ ലബ് എന്ന പേരിൽ പറയപ്പെടുന്ന ആ കട്ടിപ്പാൽ കുട്ടിക്ക് കൊടുക്കൽ ഉമ്മയുടെ മേൽ നിർബന്ധമാക്കി ഇസ്ലാം വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ കുട്ടിയുടെ വളർച്ചക്കും കുട്ടിയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ആവശ്യമായ പ്രോട്ടീനുകളും മിനറലുകളും വൈറ്റമിനുകളും ധാരാളം അടങ്ങിയതാണ് കൊളസ്ട്രോൾ. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ജീവന് ആവശ്യമായ ആ പാല് നൽകൽ ഉമ്മയുടെ മേൽ ഇസ്ലാം നിർബന്ധമാക്കുകയും ഉമ്മയുടെ കടമയായി ഇസ്ലാം നിശ്ചയിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ കുട്ടിയുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വളർച്ചക്കും ഒരുപാട് നിയമങ്ങളും അതുപോലെ വിധികളും ഇസ്ലാം മാതാപിതാക്കളുടെ മേൽ, രക്ഷിതാക്കളുടെ മേൽ ഇസ്ലാം വച്ചിട്ടുണ്ട്. ധാരാളം സ്നേഹം ആവശ്യമുള്ളവരാണ് നമ്മുടെ മക്കൾ. അവർക്ക് സ്നേഹം മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, അത് പ്രകടിപ്പിക്കൽ വളരെ ആവശ്യമാണ്. ചുംബനവും ഓമനപ്പേര് കൊണ്ടുള്ള വിളികളും അതുപോലെ തന്നെ അവരെ ചേർത്തു പിടിക്കലും സ്നേഹത്തിൻ്റെ ശാരീരിക പ്രകടനങ്ങളാണ്. ഉള്ളിലുള്ള കരുണയും സ്നേഹവും കുട്ടികളെ നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ട് അറിയിക്കൽ നമുക്ക് വളരെ ആവശ്യമാണ്. ഇന്ന് സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ തൻ്റെ ഉമ്മക്ക് അല്ലെങ്കിൽ ഉപ്പാക്ക് എന്നോട് സ്നേഹമില്ല എന്ന് തെറ്റിദ്ധരിക്കുകയും ചിലരൊക്കെ അത് പറയുകയും ചെയ്യുകയാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി മാതാപിതാക്കളായ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ ചുംബിച്ചുകൊണ്ടും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും അവർക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ടും അവരോട് സംസാരിച്ചുകൊണ്ടും നമ്മളതിന് സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ജാ അഅറബിയ്യുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനിയുടെ അടുത്ത് ഒരു ഗ്രാമീണനായ അറബി വന്നുകൊണ്ട് ചോദിച്ചു, തുഖബ്ബിലൂന സുബിയാനക്കും, നിങ്ങൾ കുട്ടികളെ ചുംബിക്കുകയാണോ? ഫമാ നുഖബ്ബിലുഹും, ഞങ്ങൾ കുട്ടികളെ ചുംബിക്കലില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ അംലികുലക അൻ നസഅല്ലാഹു മിൻ ഖൽബിക റഹ്മ, നിന്റെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം ഊരിക്കളഞ്ഞാൽ അതിനെ ഉടമയാക്കിയിട്ട് നിനക്ക് അത് കൊണ്ടുവന്നു തരാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയായിരുന്നു. ആ സമയത്ത് അഖ്റഅ ഇബ്നു ഹാബിസ് എന്നയാൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ട അഖ്റഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇന്നലി അശറത മിനൽ ഔലാദ്, അള്ളാഹുവിൻ്റെ നബിയെ, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദൻ, ഞാൻ ഒരു കുട്ടിയെയും ചുംബിച്ചിട്ടില്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവം കാണിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തെ കൊള്ളെ നോക്കിയിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മല്ലാ യുർഹം ലാ യുർഹം, ഒരാൾ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ അയാളോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്ന്. കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ സ്വഭാവ രൂപീകരണത്തിലും മാനസിക ആരോഗ്യത്തിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ ലഭിക്കുന്ന സ്നേഹവും സുരക്ഷിതത്വവും മുതിരുമ്പോൾ ആത്മവിശ്വാസം ഉള്ളവരാകാൻ സഹായിക്കുന്നുണ്ട്. കുട്ടികളെ തീർച്ചയായിട്ടും ആത്മവിശ്വാസമുള്ളവരായിട്ട് വളരാനും അവരെ കാര്യങ്ങളെ ഓരോന്നിനെയും അതിൻ്റേതായ രൂപത്തിൽ സമീപിക്കാനും ആ സ്നേഹം കിട്ടിയ കുട്ടികൾക്ക് സാധിക്കുന്നതാണ്. കുട്ടിക്കാലത്ത് ലഭിക്കുന്ന ഭയം, അതുപോലെ അവഗണന അല്ലെങ്കിൽ പീഡനം എന്നിവ ഭാവിയിൽ വിഷാദം, ആകുലത, മറ്റു പല തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾക്കും കാരണമാകുമെന്ന് ഇന്ന്
മനഃശാസ്ത്രജ്ഞർ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ചെറുപ്രായത്തിൽ സ്നേഹം ലഭിച്ചവരും ചെറുപ്പത്തിൽ സ്നേഹം ലഭിക്കാത്തവരും ധാരാളം വ്യത്യാസങ്ങൾ നമുക്ക് അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ചെറുപ്പത്തിൽ സ്നേഹം ലഭിച്ചവർക്ക് ഉയർന്ന ആത്മവിശ്വാസവും നല്ല സാമൂഹിക ബന്ധങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്നേഹം വേണ്ടതുപോലെ ലഭിക്കാത്തവർ അപകർഷതാബോധവും ഉൾവലിയാനുള്ള പ്രവണതകളും നമുക്ക് അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. സ്നേഹം ലഭിച്ച കുട്ടികൾ വൈകാരികമായി സുരക്ഷിതരായിരിക്കും. സ്നേഹം ലഭിക്കാത്തവർ ദേഷ്യം, വാശി, ഭയം എന്നിവ ഒരുപാട് ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. ചെറുപ്പത്തിൽ സ്നേഹം ലഭിച്ചവർ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും തയ്യാറാകുമ്പോൾ, സ്നേഹം ലഭിക്കാത്തവർ മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരെ വിശ്വസിക്കാനോ കഴിയാത്ത അവസ്ഥയിലായിരിക്കുമെന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ പലരുടെയും അനുഭവത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവിയിലെ സ്വഭാവ രൂപീകരണത്തെയും മറ്റു അവരുടെ ധൈര്യത്തെയും അവരുടെ പഠനത്തെയും ഒക്കെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ചെറുപ്പത്തിലുള്ള അവർക്ക് ലഭിക്കേണ്ട സ്നേഹം. അതുകൊണ്ട് അത് കുട്ടികളുടെ അവകാശമായി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളോടുള്ള സ്നേഹം അവർക്ക് വകവെച്ച് കൊടുക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം പ്രിയപ്പെട്ടവരോട് ആവശ്യപ്പെടുകയാണ്. ഒഴിഞ്ഞ ഒരു ഗ്ലാസ് പോലെയാണ് നമ്മുടെ കുട്ടികൾ. ആ ഗ്ലാസ്സിലേക്ക് നല്ലതും ഒഴിക്കാം, ചീത്തയും ഒഴിക്കാം. എന്നാൽ ഒഴിക്കുന്ന ആളുകൾ നമ്മളാണ്, രക്ഷിതാക്കളായ നമ്മളാണ്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര സുമ്മ യുഹബ്ബിദാനിഹി ഔ യുനസ്സിറാനിഹി അബവാഹു. എല്ലാ കുട്ടിയെയും പ്രസവിക്കപ്പെടുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ അവനെ ക്രിസ്ത്യാനിയും ജൂതനും വ്യത്യസ്ത ഇസങ്ങൾ സ്വീകരിക്കുന്നവരുമായി ആക്കി മാറ്റുന്നവർ അവരുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളായ നമ്മൾക്ക് ഒരുപാട് കടമകളുണ്ട്, അവരോട് ഒരുപാട് ബാധ്യതകളുണ്ട്. നമ്മളത് അറിയുകയും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് അവരോട് പെരുമാറുകയും വേണം. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ ബാധ്യത മനസ്സിലാക്കാം. ഒരു നഴ്സറി നടത്തുന്നവനായ ഒരാൾ 3 പേർക്ക് നല്ല ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിച്ച 1 വർഷം പാകമായ മാവിൻ തൈകൾ നൽകുന്നു. അതിൽ ഒരാൾ അതിൻ്റെ ഗ്രോ ബാഗ് പോലും നീക്കാതെ, പ്ലാസ്റ്റിക് പോലും നീക്കാതെ കേവലം അങ്ങനെ തന്നെ മണ്ണിൽ അതിനെ കുഴിച്ചു മൂടുന്നു. രണ്ടാമതൊരാൾ ഗ്രോ ബാഗ് നീക്കി അതിനെ സീസൺ കഴിഞ്ഞതിന് ശേഷം നടുന്നു. മൂന്നാമതൊരാൾ അതിൻ്റെ ഗ്രോ ബാഗ് പ്ലാസ്റ്റിക് നീക്കിയിട്ട് മണ്ണിൽ നല്ല കുഴിയെടുത്ത് വേണ്ട വളം നൽകിയിട്ട് അതിനെ നടുന്നു. അദ്ദേഹം അതിന് വെള്ളം നൽകുന്നു, വളം നൽകുന്നു. നല്ല ഒരു വടുവൃക്ഷമായിട്ട് അത് വളർന്നു വരുന്നു. ഇങ്ങനെയുള്ള 3 ആളുകളിൽ നിന്ന് അവസാനം പറഞ്ഞ ഒരാളുടേത് മാത്രമേ നല്ല ഒരു വടുവൃക്ഷമായി നിലനിൽക്കുകയുള്ളൂ. ആദ്യം പറഞ്ഞ ആളുടേത് തീരെ വളർച്ചയെത്താതെ തൈയായിരിക്കുന്ന സമയത്ത് തന്നെ ഉണങ്ങിപ്പോവുകയാണ്. രണ്ടാമത് പറഞ്ഞയാളുടേത് വളർന്നുവെങ്കിലും മുരടിച്ചു പോവുകയാണ്. മൂന്നാമത് പറഞ്ഞവൻ്റേത് മാത്രമാണ് നല്ല വലുതായി ഒരുപാട് തലമുറകൾക്ക് മാമ്പഴം നൽകി, അതുപോലെ ഒരുപാട് ആളുകൾക്ക് വഴിയാത്രക്കാർക്ക് തണൽ നൽകിയ ഒരു വൃക്ഷമായി അവശേഷിച്ചത്. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ വളർച്ചയുടെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഒരുപാട് കുടുംബത്തിനും അതുപോലെ സമൂഹത്തിനും സ്വന്തത്തിനും നന്മ ചെയ്യുന്നവരായിട്ട്, അനുഗ്രഹം ചെയ്യുന്നവരായിട്ട് നമുക്കവരെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ മതപരമായ കാര്യങ്ങളിലും മറ്റു ജീവിതത്തിൽ ശീലിക്കാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മര്യാദകളും കുടുംബത്തോടും സമൂഹത്തിനോടും പെരുമാറേണ്ട അച്ചടക്കങ്ങളും പഠിപ്പിച്ച് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ നമ്മുടെ ദുനിയാവിലും പരലോകത്തും ഉപയോഗപ്പെടുന്ന രീതിയിൽ അവരെ നമ്മൾ വളർത്തിയെടുക്കണം. ഒരു കുട്ടിയിൽ നല്ല ശീലങ്ങൾ ഉണ്ടാവാൻ 2-3 കാര്യങ്ങൾ വളരെ ആവശ്യമാണ്. ഒന്ന്, എന്തു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണമായിട്ട് നമസ്കാരം, അതിനെക്കുറിച്ചുള്ള വിവരം കുട്ടികൾക്ക് വേണം. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് കുട്ടികൾക്കുണ്ടാവണം. അത് നമ്മൾ മദ്രസയിൽ നിന്ന് കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു, മറ്റു ദീനി കലാലയങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് നൽകുന്നു. രണ്ടാമതായിട്ട് വൈദഗ്ധ്യം വേണം. അറിവുള്ള വിവരത്തെ എങ്ങനെയാണ് പ്രയോഗവൽക്കരിക്കുക എന്നുള്ള പാഠവും കുട്ടികൾക്കുണ്ടായിരിക്കണം. അത് പരിശീലനത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട്
മദ്രസയിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളെ വീട്ടിൽ നിന്ന് അത് പ്രയോഗവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് അവരെ നമുക്ക് പരിശീലനത്തിലൂടെ അത് ശീലിപ്പിച്ച് ചെയ്യാനുള്ള ഒരു പരിശീലനം പാഠവം അവരിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മൂന്നാമതായിട്ട് പരിശീലിച്ചെടുത്ത കാര്യത്തെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുള്ള ത്വര കുട്ടികളിൽ ഉണ്ടാവണം. അത് മോട്ടിവേഷനിലൂടെ കുട്ടികളെ അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശം കുട്ടികളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് പ്രോത്സാഹനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകമായിട്ട് ഈ നവലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും പ്രോത്സാഹനം കിട്ടിയതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറിയപ്പോൾ നാം മദ്രസയിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾക്കും വീട്ടിൽ നിന്ന് പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ചെയ്യാനുള്ള ത്വര അവരിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ചുരുക്കത്തിൽ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അള്ളാഹു അവൻ്റെ അനുഗ്രഹമായിട്ട് നൽകിയതാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. അവരെ നമ്മൾ അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവർക്ക് വിവരങ്ങൾ നൽകിയിട്ട് അവരുടെ ഭാവി ഭാസുരമാകാനുള്ള മാർഗങ്ങൾ നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവർക്ക് അറിവ് നൽകുകയും പരിശീലനം കൊടുക്കുകയും വേണം. ഭാവിയിൽ കുട്ടി എന്താവണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ ദീനിനും അവരുടെ ദുനിയാവിനും സുരക്ഷിതത്വമുള്ള ജോലി മാർഗങ്ങൾ തേടി പറ്റാൻ കഴിയുന്ന വിവരങ്ങൾ അവരെ പഠിപ്പിക്കുകയും ഭാവിയിൽ നീ ഇന്നാലിന്ന രൂപത്തിലാവണമെന്ന് പറയുകയും അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ആ ഒരു നല്ല ഭാവിക്ക് വേണ്ടി പടച്ച തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. എന്നാൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ വിവരം കൊണ്ട് സമുദായത്തിന് നേതൃത്വം നൽകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരുപാട് മക്കൾ നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ നാടുകളിൽ ധാരാളമുണ്ട്. നമ്മളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് പക്ഷേ അവർക്ക് നല്ല ഒരു ഭാവി കിട്ടാതെ പോയേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന മക്കളായിട്ട് നമുക്ക് വീട്ടിലും ഉപകാരപ്രദമായ മക്കളാക്കി വളർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.